ഒളിമ്പിക്സിൽ അയോഗ്യയാക്കിയ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനേഷ് ഫോഗട്ട് ചാമ്പ്യന്മാരിലെ ചാമ്പ്യനാണ്. ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണ് വിനേഷ് ഫോഗട്ട് എന്ന് മോദി എക്സിൽ കുറിച്ചു. ഇന്നത്തെ തിരിച്ചടി വേദനിപ്പിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന നിരാശ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതേസമയം നിങ്ങൾ പ്രതിരോധത്തിന്റെ പ്രതീകമാണെന്ന് എനിക്കറിയാം. വെല്ലുവിളികളെ തലയുയർത്തി നേരിടുക എന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. ശക്തമായി തിരിച്ചുവരൂ. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു. മോദിയുടെ വാക്കുകള്. ഭാരപരിശോധനയില് 100 ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. ബുധനാഴ്ച രാത്രി 11:30 നടക്കുന്ന ഫൈനലില് അമേരിക്കയുടെ സാറാ ഹിൽഡ്ബ്രാൻഡുമായി ഏറ്റുമുട്ടാനിരിക്കെയാണ് തിരിച്ചടി ഉണ്ടായത്. മെഡൽ ഉറപ്പിച്ച് ഫൈനലില് കടന്ന വേളയിലാണ് ഇന്ത്യയെ ഒന്നാകെ നിരാശപ്പെടുത്തി വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കി എന്ന വാർത്ത പുറത്തുവന്നത്. ബുധനാഴ്ച രാവിലെ നടന്ന ഭാരപരിശോധനയില് അനുവദനീയമായതിനേക്കാള് 100 ഗ്രാം അധികമാണെന്ന് കണ്ടെത്തിയെന്ന് ഇന്ത്യന് പരിശീലകൻ അറിയിച്ചു. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലില് കടക്കുന്ന ആദ്യ ഇന്ത്യന് വനിതയെന്ന ചരിത്രനേട്ടത്തില് നിൽക്കെയാണ് ഫോഗട്ടിന് അയോഗ്യത നേരിടേണ്ടിവന്നിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിനെ അയോഗ്യനാക്കിയ വാർത്ത ഖേദത്തോടെയാണ് അറിയിക്കുന്നതെന്നു IOA പ്രസ്താവനയില് പറഞ്ഞു. രാത്രി മുഴുവന് ടീം പരമാവധി ശ്രമിച്ചിട്ടും വിനേഷിന്റെ ഭാരം ഇന്ന് രാവിലെ 50 കിലോഗ്രാമില് കൂടുതലായി. ഈ സമയം കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും വിനേഷിന്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും IOA പ്രസ്താവനയില് പറഞ്ഞു. വനിതകളുടെ 50 കിലോ ഫ്രീസ്റ്റൈല് ഗുസ്തിയില് സെമിയില് ക്യൂബയുടെ യുസ്നെലിസ് ഗുസ്മാനെ പരാജയപ്പെടുത്തിയാണ് വിനേഷ് ഫൈനലിലെത്തിയത്.